ഗൈസ്, വെൽക്കം ടു അജിൻ വ്ളോഗ്സ്. ഇന്ന് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ആഴ്ച 3 സാധനങ്ങൾ കിട്ടി. ഒന്ന് കൊറോണ, സെക്കൻഡ് തിങ് എനിക്ക് കൊറോണയുടെ വാച്ച് കിട്ടി. അതായത് ഞാൻ ഷാർജയുടെ അണ്ടറിലാണ്, ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഷാർജ ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവർ കൊറോണ വാച്ച് കൊടുക്കുന്നുണ്ട്. ഈവൻ അബുദാബിക്കാരും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ദുബായ്ക്കാർ ഇതുവരെയും കുറേ നാളായിട്ട് ഇപ്പം കൊറോണയുടെ വാച്ചിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. പക്ഷേ ഷാർജയിൽ എല്ലാവർക്കും കൊറോണ വാച്ച് കൊടുക്കുന്നുണ്ട്. സോ അപ്പം ഞാൻ ആ കൊറോണ വാച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കൂടിയാണ് ഈ ഒരു വീഡിയോ. പിന്നെ മൂന്നാമത്തെ മെയിൻ തിങ്, അതായത് ഞാനൊരു മൈക്രോഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ യൂട്യൂബിലൊക്കെ നമുക്ക് വോയിസ് ഓവർ ചെയ്യാനും നമ്മുടെ യൂട്യൂബിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പം ക്ലിയർ ആയിട്ട് സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടിയും ഞാൻ ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ മൈക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 3 സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല, 2 സാധനങ്ങൾ കൊറോണയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. സോ കൊറോണ വന്നുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കൊരു വേറെ ഒരു സിംറ്റംസോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിവേ 10 ദിവസം ലീവ് കിട്ടി, അതാണ് ഏറ്റവും നല്ലൊരു അനുഗ്രഹം. എനിവേ അപ്പം ഞാൻ വന്നപ്പം ആ 2 സാധനങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും കാണിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ടു അജിൻ വ്ളോഗ്സ്. അതുകൊണ്ട് വീട്ടിലോ വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ബോറടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇവിടെ തന്നെ, ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ വെളിയിൽ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, അതായത് മൈക്ക്. പക്ഷേ കൊറോണ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഭയങ്കര ബോറടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാമെന്നുള്ളൊരു പരിപാടിയിലെത്തി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അൺബോക്സിങ്. സോ നമുക്ക് അധിക സമയം കളയാതെ അൺബോക്സിങ്ങിലേക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് MOHന്ന് കിട്ടിയ കവർ കേട്ടോ. ഈ ഒരു കവറിൻ്റെ അകത്ത് നമുക്ക് വാച്ച് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ല, ചാർജറും വാച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്, എൻ്റെ സൈഡിലൊരു നമ്പർ ഉണ്ട്. ഈ നമ്പർ നമ്മുടെ എമിറേറ്റ്സ് ID അൽഹോസൻ ആപ്പിലേക്ക് അത് രജിസ്റ്റർ ചെയ്യും. അപ്പം നമ്മൾ ഈ ഒരു നമ്പർ വെച്ചിട്ടാണ് നമ്മളവരെ ട്രാക്ക് ചെയ്യുന്നത് നമ്മളെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയത് ഈ ഒരു വാച്ചാണ്, ഈ ഒരു വാച്ച്. സോ ഈ വാച്ച് അവർ ഇത് കണ്ടോ, ഇത് L&K വെച്ചിട്ട് അവർ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് തുറക്കാനൊന്നും പറ്റില്ല. ഇത് ഫുള്ള് അവർ കംപ്ലീറ്റ്ലി സെക്യൂർ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഡേറ്റ് കാണാൻ പറ്റും. പിന്നെ ഫുള്ള് ലൈവ് GPS ആണ്. GPS ഫുൾ ടൈം ഓൺ ആണ്. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഈ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതിൻ്റെ വാച്ചിൻ്റെ ചാർജറാണ്. സോ ഇവിടെ ഒരു പോർട്ട് ഉണ്ട്. സോ ഇത് നമ്മുടെ നോർമൽ സാധാരണ ചാർജിങ് പോർട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചാർജ് ചെയ്തിട്ട് ഈ ഒരു സാധനം, ഇതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ ബാറ്ററി ചാർജ് ആവും. ഈ ബാറ്ററി നമ്മുടെ ഫോണിലേക്ക് അറ്റാച്ച് ചെയ്യും. ഈ സാധനം നമ്മുടെ ഫോണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇതിലേക്ക് ചാർജ് ആവും. അതായത് നമ്മുടെ വാച്ചിനെ ഇത് ചാർജ് ചെയ്യിപ്പിക്കും. ഇത് വയർലെസ് ചാർജറോ കാര്യങ്ങളൊന്നുമല്ല, ഇതിലൊരു പിന്നുണ്ട്. ആ ഒരു പിന്നിൽ വെച്ചിട്ട് സാധാരണ ചാർജറാണ്. അപ്പം ഈ ഒരു ചാർജറിനെയാണ് നമ്മൾ പ്ലഗിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കാരണം നമുക്ക് ഇത് അഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ഈ ഒരു സാധനത്തിനെ നമുക്കിങ്ങനെ ഒരു രീതിയിൽ തന്നേക്കുന്ന. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഷാർജ MOHന്ന് കിട്ടുന്ന വാച്ച്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് തിങ് കണ്ടു. ഒറ്റ പ്രശ്നമുള്ളൂ, ഒരു 10 ദിവസത്തേക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഈ 10 ദിവസം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിടക്കും നമുക്ക്. പക്ഷെ ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഫുൾ ടൈം കയ്യിൽ തന്നെ കിടക്കുകയാണ്, ഊരാൻ പറ്റില്ല. ഊരിക്കഴിഞ്ഞാൽ അവർ പണി തരും, നല്ല ഫൈനാണ്. സോ ഇതാണ് നമ്മുടെ MOHൻ്റെ വാച്ച്. ലുക്സ് ലൈക്ക് ഒരു സ്മാർട്ട് വാച്ച് പോലെയൊക്കെ തോന്നുമെങ്കിലും സ്മാർട്ട് വാച്ച് അല്ല. ശരിയ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്, ടൈം കാണിക്കും, സംഭവം അടിപൊളിയാണ്. പക്ഷെ ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ഒരു ലേശം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഫുൾ ടൈം ഇങ്ങനെ കയ്യിൽ. സെക്കൻഡ് തിങ്, നമ്മുടെ വയർലെസ് ലാവ്ലിയർ മൈക്രോഫോൺ കണ്ടില്ലേ, ഇതാണ് 2 എണ്ണം. ഇത് ആക്ച്വലി 2 എണ്ണം ഞാൻ ഓർഡർ ചെയ്തതല്ല, ഞാനിത് ആക്ച്വലി ഒരെണ്ണമേ ഓർഡർ ചെയ്തുള്ളൂ. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് C ടൈപ്പ് ആണ് വന്നത്. ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തത് നമ്മുടെ ഐഫോണിന് വേണ്ടിയാണ്. അപ്പോൾ ഐഫോണിൽ നമുക്ക് C ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തിരിച്ച് ഒന്നും കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്ക് ലൈറ്റ്നിങ് അഡാപ്റ്റർ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ C ടൈപ്പ് നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരിതിൻ്റെ റീഫണ്ട് വന്നു. ഇതുവരെ 1 മാസമായി ഇതുവരെ സാധനം എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓർഡർ ചെയ്തത്, പക്ഷേ ഇതിപ്പോഴാണ് കിട്ടിയത്. ഞാൻ ആദ്യം ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. എനിവേ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കവറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് ഇവിടെ ഇതിൻ്റെ പേര് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇതിൽ വയർലെസ് എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് വയർലെസ് എന്ന് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ പിന്നെ എഴുതിയിരിക്കുന്നത് ലൈവ് ഷോസ്, ഇൻ്റർവ്യൂസ്, വ്ളോഗ്, ഷോർട്ട് വീഡിയോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെയും സെയിം തിങ്.
പിന്നെ ഇവിടെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലഗ് ആൻഡ് പ്ലേ, 20 minutes റിസപ്ഷൻ, പ്രിസൈസ്, ഹൈലി സെൻസിറ്റീവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു അഡീഷണൽ ഫീച്ചറും കൂടി ഉണ്ട് കേട്ടോ. അതായത് നോയിസ് റിഡക്ഷൻ ഇനീഷ്യേറ്റീവ്. നോയിസ് റിഡക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത്. എനിവേ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, രണ്ടും വേറെ ഡിഫറൻസ് ഒന്നുമില്ല, അഡാപ്റ്റർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അതായത് ഒരെണ്ണം സി ടൈപ്പും ഒരെണ്ണം ലൈറ്റിനിങ് അഡാപ്റ്ററും ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് സി ടൈപ്പ്. ഇത് സി ടൈപ്പിൻ്റെ എന്ന് തോന്നുന്നു. ഇത് സി ടൈപ്പാണ്, കണ്ടോ. ഇത് നമ്മുടെ ലൈറ്റ്നിങ് അഡാപ്റ്റർ കണ്ടോ. ഒരു ഞാനിപ്പോൾ കാണിച്ചു. ഇതാണ് സാധനം കേട്ടോ. രണ്ടും സിമിലർ ആണ്, ഒരു ഡിഫറൻസും ഇല്ല. ഒരെണ്ണത്തിൽ നമുക്ക് ലൈറ്റ്നിങ് അഡാപ്റ്റർ ഉണ്ട്, മറ്റേതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സി ടൈപ്പ് അഡാപ്റ്റർ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ലൈറ്റ്നിങ് അഡാപ്റ്റർ വരുന്നതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഐഫോൺ ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ്നിങ് അഡാപ്റ്ററിനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡാപ്റ്റർ, ഒരു മൈക്രോഫോൺ, ഒരു ഇച്ചിരി ചീപ്പായിട്ട് അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തൊരു അഡാപ്റ്റർ, ഒരു മൈക്രോഫോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഞാൻ കുറേ നാൾ തപ്പി. ഉള്ളത് പിന്നെ റോഡിൻ്റെ ആണ്. റോഡിൻ്റെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഓൾമോസ്റ്റ് 750 dirhams ആണ് റോഡിൻ്റെ ഉള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ആക്കൂടെ ചിലവായത് 56 dirhams ആണ്. 56 dirhams എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു 1000 rupees. 1000 rupees നമുക്ക് പഴയ ഐഫോണിൽ ഞാനിപ്പം പ്ലഗ് ഇൻ ചെയ്തു. സോ ഇവിടെയാണ് ഇത് പ്ലഗ് ഇൻ ചെയ്യുന്നത്, കണ്ടോ. ഇത് നമ്മുടെ സാധാരണ ചാർജർ കുത്തുന്ന സ്ഥലത്ത് നമ്മളിത് പ്ലഗ് ഇൻ ചെയ്യും. ഇത് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു മൈക്കില്ലേ, നമ്മുടെ ഈ ഒരു മൈക്ക് നമ്മുടെ ഷോൾഡറിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, കോളറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം ഇതിൽ ഒറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ഒരു അഡാപ്റ്റർ ദാറ്റ് വിൽ വർക്ക് ആസ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് അത് വർക്ക് ചെയ്യും. സ്പീക്കറായിട്ടെന്നല്ല, ഒരു ബ്ലൂടൂത്ത് ഡിവൈസായിട്ട് വർക്ക് ചെയ്യും. ആ ഡിവൈസായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ എന്ത് സൗണ്ട് വന്നാലും അത് കേൾക്കാൻ പറ്റില്ല. നമ്മുടെ സൗണ്ട് കംപ്ലീറ്റ്ലി മ്യൂട്ട് ചെയ്ത് കളയും. കാരണം ഇത് സെൻസ് ചെയ്യണത്, ഐഫോൺ സെൻസ് ചെയ്യുന്നത് ഇതൊരു ഔട്ട്ഡോർ ബ്ലൂടൂത്ത് ഡിവൈസ് ആയിട്ടാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ സ്പീക്കറിനെ കംപ്ലീറ്റ് ആയിട്ട് മ്യൂട്ട് ചെയ്ത് കളയും. അതാണ് ഞാൻ കണ്ടൊരു പ്രോബ്ലം എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് ആ സമയത്ത് നമുക്കൊരു കോൾ വന്നു കഴിഞ്ഞാലോ കാര്യങ്ങളൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്തൊന്നും കേൾക്കില്ല. അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഇപ്പം റെക്കോർഡ് ചെയ്ത സെയിം വീഡിയോ തന്നെ നമ്മൾ പ്ലേ ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ അകത്തെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. സെയിം തിങ് നമുക്ക് ഐഫോണിന് ലൈറ്റിംഗ് അഡാപ്റ്റർ പോലെ തന്നെ ഇത് സി ടൈപ്പ് അഡാപ്റ്ററാണ്, അത്രേ ഉള്ളൂ. വേറെ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ തന്നെ സെയിം മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊരു നല്ലൊരു കവറുള്ളത് കൊണ്ട് അത്യാവശ്യം നോയിസ് റിഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതാണ് എൻ്റെ മൈക്ക്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചാർജിങ് കേബിളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇത് സി ടൈപ്പ് ചാർജറാണ് വരുന്നത്. അപ്പോൾ സി ടൈപ്പിൻ്റെ ഒരു ചാർജിങ് കേബിളും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു മാനുവലും ആണ് നമ്മുടെ അഡാപ്റ്റർ കേട്ടോ. ഇതാണ് ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന സാധനം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ രണ്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ വേറെ ഇവിടെ ഒരു സി ടൈപ്പിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്. നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാനുള്ള ഒരു പോർട്ടായിരിക്കും ഇത്. കാരണം ഇതിന് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് മാനുവലി എഴുതിയേക്കുന്നത്. ഇത് ഡയറക്റ്റ്ലി നമ്മുടെ ഐഫോണിലേക്ക് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നമ്മുടെ മൈക്രോഫോണിൻ്റെ സൈഡ് എടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു നമ്മുടെ കോളറിലേക്ക് നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതിനുശേഷം ഇതാണ് ഈ സാധനം, ഈ ഒരു അഡാപ്റ്റർ, അതായത് ഈ ഒരു മൈക്ക് നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള പോർട്ടുണ്ട്. ഇത് ആക്ച്വലി നോർമൽ സി ടൈപ്പ് ചാർജറാണ്. ആ ചാർജറിൻ്റെ കേബിളാണ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. അതിൻ്റെ ബോക്സിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ നല്ലൊരു കുഷൻ സപ്പോർട്ടുണ്ട്. അത് നല്ലതായിരിക്കും. കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ നോയ്സിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഇത് ഓൺ ചെയ്യുന്നതിനൊരു സ്വിച്ച് ഉണ്ട് ഇതിനകത്ത്, കണ്ടോ. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അവിടെ നിന്ന് ഓൺ ചെയ്യാം. കണ്ടോ, റെഡ് ലൈറ്റ് കത്തി. ഇതാണ് സാധനം.
ഒരു ഗ്രീൻ ലൈറ്റ് കത്തില്ല. ഗ്രീൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അത് ഓക്കെ ടു റിസപ്ഷൻ ഓക്കെ ആണെന്നുള്ളതാണ് ഗ്രീൻ ബട്ടൻ്റെ ഇത് കേട്ടോ. സോ അപ്പോൾ നമ്മൾ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ മൈക്ക് കേട്ടോ. സോ ഈ മൈക്ക് ഞാൻ ഇപ്പോൾ ഈ ഒരു മൈക്ക് കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇത് ഗ്രീൻ ലൈറ്റ് കത്തി. കാരണം ഈ അഡാപ്റ്റർ പ്ലഗ് ഇൻ ചെയ്താൽ മാത്രമേ ഇത് ഗ്രീൻ ലൈറ്റ് കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഗ്രീൻ ലൈറ്റ് കത്തിയപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നതെല്ലാം ഈ ഒരു മൈക്കിൽ കൂടെയാണ്. അപ്പം സോ എന്തോരം ക്ലിയർ ആണെന്നൊക്കെ നമുക്ക് ഈ ഒരു മൈക്കിൽ ഈ ഒരു ടെസ്റ്റിങ്ങിലൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ സംസാരിക്കുന്നതെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ റിവ്യൂ വീഡിയോസ് കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനിത് മേടിച്ചത്. പിന്നെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചീപ്പാണ്. ഒരു 53-56 ദിർഹംസ് എങ്ങാണ്ട് എനിക്ക് ആയിട്ടുള്ളൂ. ആകെ നാട്ടിലെ ലൈക്ക് അറൗണ്ട് 1000 rupees. സോ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ചീപ്പ്. ആൻഡ് ക്വാളിറ്റി ഓൾസോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അത്യാവശ്യം പ്ലഗ് ഇൻ ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും. കണ്ടോ, അത്യാവശ്യം നല്ല ക്യാച്ചിയാണ് സാധനം. നമുക്ക് അത്യാവശ്യം ക്ലിയർ ആണെന്ന്, എൻ്റെ വോയിസ് നല്ല ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആൻഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഇനി ഉള്ള വീഡിയോസിലൊക്കെ നമുക്ക് ഈ മൈക്ക് പ്രതീക്ഷിക്കാം. അപ്പം മൈക്കിൻ്റെ കൂടുതൽ റിവ്യൂസ് ആ ഒരു ഉള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ബൈ ഫ്രം Ajin Style Vlogs. Say bye. Hi, bye. Bye Vera. Bye Vera. Appa was taking one video. You were sleeping. Okay, bye. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. ഓപ്പൺ ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ പോലെ ഓപ്പൺ ചെയ്യാം. വരുന്നില്ല ഗൈസ്, എന്താണ് വരാത്തത്? എന്നാൽ പിന്നെ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ആയി. ഓക്കെ.